ഇവിടെ ജീവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് എത്രയോ വർഷങ്ങൾ കൊണ്ടുള്ള കുളമാണ്. ഈ കുളം പിന്നെ കുളിക്കുകയും പിന്നെ അലക്കുകാരൊക്കെ അലക്കിക്കൊണ്ടിരുന്ന കുളമാണ്. അങ്ങനെ നല്ല ഒരു കുളമായിരുന്നു. ആ കുളം ഇപ്പം കുറേ നാളുകൾ കൊണ്ട് ഇതിനകത്ത് പിന്നെ വേസ്റ്റുകളും പിന്നെ അത് മാത്രമല്ല മാലിന്യം ഒക്കെ കലർന്ന് ഇത് എങ്ങനെ അടിയിൽ കൂടിയാണ് ഇത് വരുന്നത്. അപ്പം എവിടെ നിന്നാണെന്നോ ആരൊഴുക്കുന്നതെന്നും നമുക്ക് അറിയൂടാ. അപ്പോൾ അത് കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ കുളം വൃത്തിയാവുള്ളൂ. അപ്പം നമ്മൾ ഈ ശ്രീകാര്യത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ കുളം കിടക്കുന്നത്. അപ്പം ഇത് ഒരുപാട് തവണ നമ്മൾ പരാതി പറഞ്ഞപ്പം നമ്മൾ കടകംപള്ളി സുരേന്ദ്രൻ സാറിൻ്റെ പിന്നെ ഫണ്ടിൽ നിന്നും ഫണ്ട് അനുവദിച്ച് 2 തവണ ഇത് ക്ലീൻ ചെയ്തതാണ്, നല്ല വൃത്തിയാക്കിയതാണ്. അപ്പം 2 തവണ വൃത്തിയാക്കിയിട്ടും ഇത് വീണ്ടും ഈ കുളം പഴയപടി തന്നെ ഉണ്ട്. അപ്പം ഇത് എന്താണ് കാര്യം എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ ഇത് ഒഴുകി വരുന്നത് എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ മാലിന്യം ഒഴുകി വരുന്നത് എവിടെ നിന്നാണെന്ന് അറിയാൻ നമ്മൾ ആദ്യകാലത്തൊന്നും ഇതില്ലായിരുന്നല്ലോ. അപ്പം വലിയ ഫ്ലാറ്റുകളും അതും ഇതുമൊക്കെ ഇവിടെ വന്ന ശേഷമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അപ്പം നമുക്ക് ഇതുവരെ ഞങ്ങൾ ഈ മാലിന്യം ഒഴുകി വരണ എവിടെയാണെന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അത് കണ്ടുപിടിക്കണം. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇത് എന്താണെന്നുള്ളത് നമുക്ക് ഈ കുളം വൃത്തിയാക്കി കിട്ടണം. എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. കാരണം ഞങ്ങൾക്കിവിടെ പിന്നെ നാറ്റം കാരണം കിടന്നുറങ്ങാൻ നിവർത്തിയില്ല. കൊതുക് ശല്യം. എൻ്റെ കൊച്ചിന് കുഞ്ഞുവാവെ കൊതുക് കടിച്ച് രാത്രി കൊതുക് കടിച്ച് അങ്ങനെ രാവിലെ കാലെല്ലാം നല്ല നീരായി അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിന് ചികിത്സ നടത്തി. അത് പിന്നെ കുഴപ്പമില്ല ഇപ്പോൾ. അപ്പോൾ എന്നാലും നമുക്കിവിടെ കിടന്നുറങ്ങണ്ടേ? അത്രയ്ക്ക് നാറ്റമാണ്. പ്രശ്നം ഇല്ലായിരുന്നു ഈ ഫ്ലാറ്റ് വന്നതിന് ശേഷമാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം പിന്നെ ഇതുവരെ ഇങ്ങനെ ഇല്ലാത്തൊരു സംഭവം ഇപ്പോൾ ഉണ്ടായ കാരണം നമുക്കറിയില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കണ്ടില്ല ഇത് എങ്ങനെയാണ് എവിടെ നിന്നാണ് വരുന്നതെന്നൊന്നും നമുക്കറിയില്ല. അപ്പം അത് പിന്നെ അധികാരികൾ അത് കണ്ടുപിടിക്കണം അത് എങ്ങനെയാണെന്നുള്ളത്. കാരണം സുരേന്ദ്ര സാറിൻ്റെ ഫണ്ടിൽ നിന്ന് 2 തവണ ഇത് വൃത്തിയാക്കിയിട്ടും നല്ല രീതിയിൽ ആത്തി കിടന്നു. പിന്നെ വീണ്ടും ഇത് തന്നെ അനുഭവം. അപ്പം അത് നമുക്കറിയണം. അതാണ്. പിന്നെ അതുമായിട്ട് നമുക്ക് ഈ കൊതുക് ശല്യത്തിൻ്റെ കാര്യം നമ്മൾ കോർപ്പറേഷനിൽ അറിയിക്കുമ്പം കൗൺസിലറെ അറിയിക്കുമ്പോൾ അവർ വന്ന് ഇവിടെയെല്ലാം 4 ചുറ്റും വൃത്തിയാക്കുകയും പിന്നെ കൊതുകിന് മരുന്നടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയും നേരെയായിട്ടില്ല. വലിയ സ്മെല്ലാണ് അനുഭവപ്പെടുന്നത്. വിസർജ്യ അടക്കമുള്ള വസ്തുക്കളുണ്ട് ആണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും സ്മെല്ല് വരുന്നത്. എല്ലാ പേരും മൂക്കിൽ പിടിച്ചുകൊണ്ടാണ് ഇതുവഴി പോവുകയും വരികയും ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പം വാതിൽ തുറക്കാറേ ഇല്ല. വാതിൽ തുറന്ന് വെളിയിൽ വരണമെങ്കിൽ നാറ്റം. അങ്ങനെയാണ് നമ്മളെ ഇപ്പോഴത്തെ അനുഭവം.